ആധാർ തിരിച്ചറിയൽ രേഖയായി മാത്രം ഉപയോഗിക്കണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് തേടി. പൗരത്വം, താമസ സ്ഥലം, വിലാസം എന്നീ തെളിവുകൾക്കായി ആധാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. 2016 ആധാർ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ആധാർ പൗരത്വത്തിനോ താമസ സ്ഥലത്തിനോ തെളിവല്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ സ്കൂൾ പ്രവേശനം, സ്വത്ത് വാങ്ങൽ, ജനന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ലഭിക്കുന്നതിന് പ്രായം, പൗരത്വം, താമസ സ്ഥലം എന്നിവ തെളിയിക്കുന്നതിനായി ആധാർ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ വോട്ടർ രജിസ്ട്രേഷനുള്ള രേഖയായും ആധാർ ഉപയോഗിക്കുന്നുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരും അനധികൃത കുടിയേറ്റക്കാരും ആധാർ ഉപയോഗിച്ച് വിവിധ രേഖകൾ നേടുന്നതായും ഹർജിയിൽ പറയുന്നു. അഭിഭാഷകനായ അശ്വിനി കുമാർ ഉപാധ്യായയാണ് ഹർജിക്കാരൻ. കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ സ്ഥിരീകരിച്ചു. ഒളവണ്ണ പഞ്ചായത്തിലെ ഇരിങ്ങല്ലൂരിലുള്ള 63 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിഥി തൊഴിലാളികളിൽ നിന്ന് രോഗം പടർന്നതാവാമെന്നാണ് സംശയിക്കുന്നത്. ചുമട്ട് തൊഴിലാളിയായ 63കാരൻ അതിഥി തൊഴിലാളികൾക്കിടയിലാണ് താമസിക്കുന്നത്. അതേസമയം നിപ്പ ബാധയിൽ നിലവിൽ ആശങ്ക വേണ്ടെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നിപ്പ ബാധിച്ച രോഗിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. നിപ്പയുടെ ഉറവിടം കണ്ടെത്താനായില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നിലവിൽ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളെല്ലാം നെഗറ്റീവാണെന്നും മാധവിക്കുട്ടി പറഞ്ഞു. പന്ത്രണ്ട് വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളി ഇടുക്കി പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട് തേനി സ്വദേശി സുരേഷാണ് പിടിയിലായത്. 2014 ജൂൺ 24 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി പെട്രോളിയം ഉൽപ്പന്നമായ 47 ബാരൽ ടാർ അനധികൃതമായി കൊല്ലത്തേക്ക് ലോറിയിൽ കടത്തിക്കൊണ്ടു പോയതിനെ തുടർന്ന് അറസ്റ്റിലാവുകയും ജാമ്യം കിട്ടിയ ശേഷം ഒളിവിൽ പോവുകയുമായിരുന്നു.